ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ UKKCയുടെ പ്രസിഡന്റ് ശ്രീ സിബി കണ്ടത്തിൽ, ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജ്ഞാനായ യാക്കോബായ സഭയിലെ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ സേവറിയോസ് തിരുമേനി, വേദിയിലിരിക്കുന്ന UKKCയുടെ സെക്രട്ടറി സി സിറിൽ പനങ്കാല, ബഹുമാനപ്പെട്ട സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ, നമ്മുടെ യൂത്ത് പ്രസിഡന്റ് മിസ് ജിയ ജിജോ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട മജീഷ്യൻ ശ്രീ മുതുകാട് സാർ, യാക്കോബായ സമുദായ സെക്രട്ടറി ശ്രീ എബ്രഹാമിനും, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. UK-യിലെ ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാണ് കേരളത്തിൽ നിന്നും പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജ്ഞാനായ മക്കൾ ഇന്ന് എത്തി നിൽക്കുന്നത്. കുടിയേറ്റത്തിൻ്റെ ഏകദേശം 25 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് 21ാമത്തെ UKKCA കൺവെൻഷൻ നാം ഇന്നിവിടെ കൊണ്ടാടുന്നത്. എല്ലാവരും ഒരുമയോടെ തനിമയോടെ വിശ്വാസ നിറവിൽ ഒരു മഹാസമ്മേളനമാണ് UKKCയുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മ ഓരോ വർഷവും കടന്നു പോകുമ്പോഴും സംഘാടന മികവിലും പ്രൗഢിയിലും ഗാംഭീര്യത്തിലുമെല്ലാം അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ നമ്മൾക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ കൂട്ടായ്മയുടെ പാരമ്പര്യമാണ്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ മറ്റേത് സഭകളെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ജ്ഞാനായക്കാർ നമ്മൾ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ വർഷവും UKKCക്ക് ശക്തമായ നേതൃത്വമുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതുപോലെയുള്ള UKKCA കൺവെൻഷൻ വരുമ്പോൾ ഒരു ചരടിൽ തീർത്ത പുഷ്പങ്ങളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ, ഒരമ്മ പറ്റ മക്കളെ പോലെ സമുദായത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാവർക്കും കഴിയുന്നു. എങ്കിൽ കൂടി ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മളുടെ ഈ സമുദായം, നാം എല്ലാം ഈ ലോകത്ത് നിന്ന് പോയാലും നമ്മളുടെ തലമുറകൾ നമ്മളുടെ തനിമയും പാരമ്പര്യവും വിശ്വാസവും കാത്തു സൂക്ഷിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. അതിനായി ഓരോ ജ്ഞാനായക്കാരനും ഏക മനസ്സോടെ ഒന്നിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് സാധ്യമാവുകയുള്ളൂ. ഒരു ജ്ഞാനായക്കാരനെ സംബന്ധിച്ചിടത്തോളം സഭയും സമുദായവും എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇത് രണ്ടും നമ്മൾക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയെ ഇതിനായി പ്രാപ്തരാക്കണമെങ്കിൽ നാം ഒരുമിച്ച് നിന്നേ പറ്റൂ. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമുദായത്തിൻ്റെ വളർച്ചയിൽ എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം, ജ്ഞാനായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ നിന്ന് മാമോദിസ മുങ്ങി ഈശോയുടെ ഇഷ്ടമുള്ള മകളായി ജ്ഞാനായ തീഷ്ണതയോടെ ജീവിച്ച് ജ്ഞാനായ കത്തോലിക്കക്കാരനെ തന്നെ വിവാഹം ചെയ്ത് ജീവിക്കുന്നതിലൂടെ നല്ല ഒരു കുടുംബമായി ജീവിക്കുന്നതോടൊപ്പം കാലാകാലങ്ങളിൽ ജ്ഞാനായ കത്തോലിക്ക സഭയിൽ മാറി വരുന്ന സഭാ നേതാക്കന്മാരെ അനുസരിച്ചും വിനയത്തിലും ദൈവിക വിശ്വാസത്തിലും പ്രവാസികളായ നമ്മൾ വളർന്നു വരണം. പുതുതലമുറയ്ക്ക് ഇത് മാതൃകയായി ജീവിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ സംസ്കാരവും പൈതൃകവും വിശ്വാസവും ജ്ഞാനായ കത്തോലിക്ക സഹോദരങ്ങളോടൊപ്പം നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നു. അങ്ങനെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയത് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വരുന്ന തലമുറ ജ്ഞാനായ പൈതൃകവും സംസ്കാരവും വിശ്വാസവും കാത്തു സൂക്ഷിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ സമുദായവും സംസ്കാരവും വിശ്വാസവും വളരുകയും നിലനിൽക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഓർത്ത് മുന്നോട്ട് പോകുക.
നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് അസാധ്യമായി ഒന്നുമില്ല. അതിനായി സ്വവംശീയ നിഷ്ഠയിൽ അടിയൂന്നി, പാരമ്പര്യത്തിൽ വേരൂന്നി, ഒത്തൊരുമയോടെ വിശ്വാസ നിറവിലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനായി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷം ശ്രീ സിബി കണ്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള UKKCS സംഘടനയ്ക്ക് ഇത്ര മനോഹരമായി ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. തെൽഫോർഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് തെൽഫോർഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന നമ്മുടെ കുടുംബ സംഗമത്തിന് ഈ സംഘടനയുടെ ഒരു പോഷക സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ UKKCWFൻ്റെ ചെയർപേഴ്സൺ എന്ന രീതിയിലും ഒരു ജ്ഞാനായ മകൾ എന്ന രീതിയിലും അഭിമാനത്തോടുകൂടി ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ പാരമ്പര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഭാവിയിലും UKKCയും നമ്മുടെ ജ്ഞാനായക്കാർ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും ജ്ഞാനായ മക്കൾ ഒറ്റക്കെട്ടായി വിശ്വാസവും പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് കടന്നു വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എനിക്കിവിടെ പ്രസംഗിക്കാൻ അവസരം തന്ന UKKCA സെൻട്രൽ കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. യുണൈറ്റഡ് കിങ്ഡം ജ്ഞാനായ കാത്തലിക്സ് വുമൻസ് ഫോറം. ജയ് ജ്ഞാനായ.